അർജുൻ കല്യാട് ഇപ്പോൾ നാവികസേന നേരത്തെ മാർക്ക് ചെയ്ത ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. അവരാരെയോ കാത്തിരിക്കുന്നത് പോലെയാണ്. രണ്ടാമത്തെ ഡിങ്കി ബോട്ടും തയ്യാറായി കഴിഞ്ഞോ? ഈശ്വർ മാൽപേ സ്ഥലത്തെത്തി അല്പസമയത്തിനുള്ളിൽ ഇവരോടൊപ്പം ജോയിൻ ചെയ്യുമോ? തീർച്ചയായിട്ടും വരും. രണ്ടാമത്തെ സംഘവും അല്പസമയത്തിനകം തന്നെ ഈ ക്യാമ്പിൽ നിന്നും പുറപ്പെടും, ഈ സ്ഥലത്ത് നിന്നും പുറപ്പെടും. ഇവിടെ നിന്ന് ഒരു 100 മീറ്റർ അകലെയാണ് ഇന്നലെ സ്പോട്ട് ചെയ്തിട്ടുള്ള സ്ഥലം. അവിടെ ഇപ്പോൾ ഒന്നാമത്തെ സംഘം അവിടെ എത്തി അതിൻ്റെ പ്രാഥമികമായിട്ടുള്ള ഒഴുക്കുൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ കലക്കും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരു പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തൽ നടത്തും. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ കാണാൻ വേണ്ടിയും ആ സ്പോട്ടിൽ ഒന്നാമത്തെ നേവിയുടെ സംഘം ഒരു പ്രാഥമികമായിട്ടുള്ള പരിശോധന നടത്തുകയാണ്. അതിനുശേഷം ആ സ്ഥലം പരിശോധിച്ചതിന് ശേഷം ഒരുപക്ഷെ തിരിച്ച് ഇതേ സ്പോട്ടിലേക്ക് എത്തി ഒരു വിലയിരുത്തൽ നടത്തിയതിനു ശേഷമായിരിക്കും, അല്ലെങ്കിൽ ഏത് തരത്തിലായിരിക്കണം ഇന്നത്തെ ഓപ്പറേഷൻ എന്നത് വിലയിരുത്തിയതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും വീണ്ടും ഈ സ്പോട്ടിലേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. രണ്ടാമത്തെ ഈ നേവിയുടെ സംഘവും ഇവിടെ പൂർണ്ണ സജ്ജമായി നിൽക്കുകയാണ്. ഏതെങ്കിലും തരത്തിലൊരു നിർദ്ദേശം ലഭിക്കുന്നതിന് വേണ്ടി ആ ബോട്ടിലുള്ളവർ കാത്തിരിക്കുന്നതായാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും ദൗത്യം ആരംഭിച്ചിരിക്കുന്നു. ഇന്നത്തെ ദൗത്യം ഇന്നലത്തേതിൽ നിന്നും വ്യത്യസ്തമായി ഇന്നലെ 10 മണിയോടുകൂടി അല്ലെങ്കിൽ 10 മണിക്ക് അനുമതി ലഭിച്ചതിന് ശേഷം മാൽപ്പയോട് പുഴയിൽ ഇറങ്ങിയാൽ മതി എന്നുള്ള നിർദ്ദേശമായിരുന്നു SP അടക്കമുള്ളവർ നൽകിയിരുന്നതെങ്കിൽ ഇന്നിപ്പോൾ നേവി 9:30 തന്നെ ഇപ്പോൾ ഈ പുഴയിലേക്ക് ഇറങ്ങി പ്രാഥമികമായിട്ടുള്ള പരിശോധനകൾ പൂർത്തിയാക്കുന്നു. എന്തായാലും വളരെ പ്രതീക്ഷ നൽകുന്നതാണ്. ഇന്നലെ തന്നെ വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. അതായത് കയറിൻ്റെ ഭാഗം ഉച്ചയ്ക്ക് നമുക്ക് ലഭിക്കുന്ന സമയത്ത് വലിയ പ്രതീക്ഷയായിരുന്നു. അതിനുശേഷം ഈ ലോറി ഉടമ മനാഫ് ഉൾപ്പെടെ NDRFൻ്റെ ഈ ഡിങ്കി ബോട്ടിൽ ആ സ്ഥലത്തേക്ക് പോയി ഇതിൻ്റെ കയറിൻ്റെ അളവ്, ആ കയർ നേരിട്ട് അദ്ദേഹത്തെ കാണിച്ച് അദ്ദേഹത്തോട് ബോധ്യപ്പെടുത്തി. കൃത്യമായ തോതിൽ ഇത് അർജുൻ്റെ വാഹനത്തിൽ കെട്ടിയ കയറാണ് എന്ന കാര്യത്തിൽ മനാഫ് ഉൾപ്പെടെ 100% എന്ന തോതിൽ സ്ഥിരീകരണം നൽകിയതിന് ശേഷമാണ് ഈ നേവിയുടെയും അതുപോലെ തന്നെ ഈശ്വർ മാൽപ്പയുടെയും നേതൃത്വത്തിൽ ഒരു സംയുക്തമായിട്ടുള്ള മുങ്ങൽ ആ മേഖലയിൽ നടത്തുകയും ആ സ്പോട്ട് കൃത്യമായ തോതിൽ മാർക്ക് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കൃത്യമായ തോതിൽ കാണാൻ വേണ്ടി കഴിയും. അതായത് ആദ്യഘട്ടത്തിൽ ഈ സ്പോട്ടിലേക്ക് പോയിട്ടുള്ള നേവിയുടെ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ നേവിയുടെ ഡിങ്കി ബോട്ട് ഇപ്പോൾ തിരിച്ച് നേരത്തെ ഈ ക്യാമ്പായി നമ്മൾ ഈ ക്ഷേത്രത്തിനോട് അടുത്തിട്ടുള്ള ഈ പ്രദേശത്തേക്ക് തിരികെ എത്തുന്ന കാഴ്ച കൂടി നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ആ ബോട്ട് ഇപ്പോൾ തിരികെ എത്തുകയാണ്. അതായത് ഒരുപക്ഷെ പ്രാഥമികമായിട്ടുള്ള ഒരു വിലയിരുത്തൽ നടത്തിയതിന് ശേഷമായിരിക്കും അവർ വീണ്ടും ഇവിടത്തേക്ക് എത്തുന്നത് എന്നുള്ള രീതിയിലുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ കൃത്യമായ തോതിൽ ഒരു വിലയിരുത്തലിന് ശേഷമായിരിക്കും ഏത് തരത്തിലായിരിക്കണം ഇന്നത്തെ ഓപ്പറേഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനമെടുത്തതിന് ശേഷമായിരിക്കും ഈ പറയുന്ന രണ്ടാമത്തെ നേവിയുടെ ഡിങ്കി ബോട്ടും ആ സ്ഥലത്തേക്ക് പോവുക. ഈശ്വർ മാൽപ്പേ എത്തുന്നതിന് മുമ്പ് തന്നെ പ്രാഥമികമായിട്ട് ഇതിൻ്റെ ഒഴുക്കും അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ കലക്കമൊക്കെ പരിശോധിച്ചതിന് ശേഷം ഈ ദൗത്യം ഏത് രീതിയിൽ, ഇതിൻ്റെ ഓപ്പറേഷൻ ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നേവിയുടെ ഇവിടെ സ്ഥലത്തുള്ള ഒരു ഉന്നതനായിട്ടുള്ള ഉദ്യോഗസ്ഥൻ കൂടി ആ ബോട്ടിലുണ്ട്. 5 അംഗ സംഘത്തിൽ ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ കൂടി അതിനകത്തുണ്ട്. ഒരുപക്ഷെ ഈ വിലയിരുത്തലിന് വേണ്ടി തന്നെയായിരിക്കും അവർ ആ സ്ഥലത്തേക്ക് പോയിട്ടുള്ളത് എന്ന കാര്യം തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്സിജൻ സിലിണ്ടർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഘടിപ്പിക്കാതെ തന്നെയാണ് ഈ സ്കൂബ ഡൈവർ ആ സ്ഥലത്തേക്ക് പോയി പരിശോധന നടത്തിയത്. എന്തായാലും ഇപ്പോൾ ഈ സ്ഥലത്തേക്ക് എത്തുകയാണ്. ഏത് തരത്തിലായിരിക്കണം ഇന്നത്തെ ഓപ്പറേഷൻ എന്നുള്ളത് നേവിയുടെ ഒരു പ്ലാനിങ് കൃത്യമായ തോതിലുണ്ടാവും. നേവിയാണ് ഇന്നലെ ഈ കയറിൻ്റെ ഭാഗവും അതിന് സമാനമായ രീതി അതിനോടടുത്ത ഒരു സ്ഥലത്തു നിന്ന് തന്നെ ഈ പറയുന്ന ട്രക്കിൻ്റെ, അതായത് ട്രക്കല്ല ക്ഷമിക്കണം ടാങ്കറിൻ്റെ ഇതെന്ന് സംശയിക്കപ്പെടുന്ന മറ്റൊരു ഭാഗവും, ഒരു ലോഹഭാഗവും വലിയ ഭാരമുള്ള ഏകദേശം 100-ൽ താഴെ കിലോ ഭാരമുള്ള മറ്റൊരു ലോഹഭാഗം കൂടി കണ്ടെത്തിയത്. പക്ഷേ അത് അർജുൻ്റെ ട്രക്കിൻ്റെതല്ല എന്നുള്ള പിന്നെ ഇത് മനാഫ് ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ കയർ കൃത്യമായി ഇത് ട്രക്കിൽ ഉപയോഗിക്കുന്ന അർജുനൻ്റെ വാഹനത്തിൽ ഉപയോഗിക്കുന്ന രീതിയിലുള്ള ഒരു കയറാണ് എന്ന കാര്യത്തിൽ മനാഫ് ഉൾപ്പെടെ സ്ഥിരീകരണം നൽകിയതും അത് തന്നെയാണ്. എന്തായാലും ആ രണ്ടാമത്തെ സംഘവും നേരത്തെ ഈ സ്പോട്ടിൽ പരിശോധനയ്ക്ക് പോയിട്ടുള്ള അല്ലെങ്കിൽ പ്രാഥമികമായിട്ടുള്ള ഒരു പരിശോധന പൂർത്തിയാക്കാൻ വേണ്ടി പോയിട്ടുള്ള ഈ നേവിയുടെ സംഘവും ഇപ്പോൾ ഈ തീരത്തേക്ക് അല്ലെങ്കിൽ ഈ നേരത്തെ ഈ ബോട്ട് ഇറക്കിയിട്ടുള്ള ആ സ്പോട്ടിലേക്ക് തന്നെ തിരിച്ചെത്തുകയാണ്. ഇപ്പോൾ ഈ 2 ബോട്ടിലുള്ള നേവിയുടെ ഉദ്യോഗസ്ഥരും തമ്മിൽ പരസ്പരം സംസാരിക്കുന്നു. നമുക്ക് കാഴ്ചകളിൽ കാണാൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരുപക്ഷെ അർജുൻ കല്യാട്, ഗംഗാവലി പുഴയിലെ ഒഴുക്കിൽ വലിയ വ്യത്യാസം വന്നിട്ടില്ലെങ്കിലും അതിൻ്റെ വിസിബിലിറ്റിയിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട്. വിസിബിലിറ്റി മെനഞ്ഞാന്നുണ്ടായിരുന്നതിൻ്റെ അത്ര വിസിബിലിറ്റി ഇനി ഇല്ല. 14-ാം തീയതിയിലത്തെ വിസിബിലിറ്റി 16-ാം തീയതി ഇല്ല എന്നത് ഒരു ആശങ്കപ്പെടുത്തുന്നതാണ്. പക്ഷേ നിലവിൽ സ്പോട്ട് ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞു. അവിടെ എത്രത്തോളം ആഴത്തിലാണുള്ളത് എന്നത് മാത്രമേ ഇനി നമ്മൾ അറിയേണ്ടൂ. ആദ്യ തടസ്സങ്ങൾ നീക്കേണ്ടതുണ്ട്. ആ കാര്യങ്ങളായിരിക്കും ഇനി ഇവർ ചർച്ച ചെയ്യുക. വിസിബിലിറ്റി തടസ്സമാണെങ്കിലും ഒഴുക്ക് കുറവായതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും സ്കൂബ സംഘം ഇറങ്ങും. പ്രേക്ഷകർക്ക് ദൃശ്യങ്ങളിൽ കാണാം. 2 ഡിങ്കി ബോട്ടുകളിലായിട്ട് 2 സ്കൂബ ഡൈവർമാരുണ്ട്. അതിലെ ഡൈവർമാർ ഇനിയിപ്പോൾ അവരതിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു. കറുത്ത നിറത്തിലുള്ള സ്കൂബ വേഷം ധരിച്ച സ്കൂബ ഡൈവറാണ് ഒരു ഡിങ്കി ബോട്ടിൽ പ്രേക്ഷകർക്ക് കാണാൻ കഴിയുക. അദ്ദേഹം തയ്യാറെടുക്കുകയാണ്.